ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് കെ രമ എം.എൽ.എയുടെ മൊഴിയെടുത്ത ASI ഉണ്ടല്ലോ, അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് പറത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് സജോ. ആ ASI വയനാട്ടിലേക്ക് യാത്രയായോ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇക്കാര്യത്തിൽ പോലീസിനകത്ത് ആഭ്യന്തര അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ ഇതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണ്. ഇങ്ങനെ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളും പ്രോസസ്സും ഒക്കെ കഴിഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുക. അവർ മുറപ്രകാരം ഈ ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കടന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഇൻസെൻസിറ്റീവായി ഈ വിഷയം കൈകാര്യം ചെയ്തു എന്ന നിലയ്ക്ക് ഉള്ള വിമർശനമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള അനധികൃത നീക്കമുണ്ടാവുകയും ആ പട്ടിക പുറത്തേക്ക് വരികയും അതിൽ പോലീസിൻ്റെ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പട്ടിക ചോർന്നു, അത് പുറത്തു വന്നു. അതിന് പിന്നാലെ വലിയ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. പിന്നീട് നിയമമന്ത്രിയും സർക്കാരും ഒക്കെ ജയിൽ വകുപ്പും ഒക്കെ ഇക്കാര്യം ഔദ്യോഗികമായി വിശദീകരിച്ചു. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ കൊളവല്ലൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ASI ആയ ശ്രീജിത്ത് കെ രമ MLA-യെ വിളിച്ച് വീണ്ടും ട്രൗസർ മനോജിൻ്റെ കാര്യത്തിൽ, അതായത് ടി.പി. കേസിലെ പ്രതിയും നേരത്തെ CPM അംഗവും ഒക്കെ ആയിരുന്ന ട്രൗസർ മനോജിൻ്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞത്. അപ്പോഴേക്കും സർക്കാരും ജയിൽ വകുപ്പും ഒക്കെ വ്യക്തമാക്കിയിരുന്നു, നിയമസഭയിൽ തന്നെ നിയമമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു, ഇക്കാര്യത്തിൽ യാതൊരു ഇളവിനും സാധ്യതയില്ല, നിയമപരമായി തന്നെ അത് സാധ്യമാവുകയില്ല, അത് പരിശോധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ASI ശ്രീജിത്ത് പിന്നെയും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി വിളിച്ച് മൊഴിയെടുക്കുന്നതിന് വേണ്ടി കെ രമയെ വിളിച്ചു. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നു. ആ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നതാണ് കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ ഈ പട്ടിക ചോർന്നത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അതിന്മേൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഈ പട്ടിക പുറത്തേക്ക് പോയത്, യഥാർത്ഥത്തിൽ ഈ പട്ടിക പുറത്തു വന്നതാണ്, വരേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാനൂർ ചൊക്ലി സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ കൂത്തുപറമ്പ് ACP കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദ്യം ചെയ്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എങ്ങനെയാണ് ഈ പട്ടിക ചോർന്നത് എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ ആഭ്യന്തരമായി നടക്കുന്നത്. അത് പോലീസിനും സർക്കാരിനുമാകെ ആഭ്യന്തര വകുപ്പിനാകെ നാണക്കേട് ഉണ്ടാക്കി എന്നതുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ കൂടി ബലിയാടാകും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അവർ കൂടി ബലിയാടാകും, അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. റഫീഖ് പറഞ്ഞു. SKN, ക്ഷമിക്കൂ, താങ്കളെ ആരെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചൊറിയുന്നത് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു രസമാണ്, എനിക്കും. അപ്പോൾ സുനിൽകുമാർ, അപ്പോൾ റഫീഖിന് കുറച്ചുകൂടി രസിക്കാൻ്റെ അവസരം ഞാൻ തരാം. സുനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. താനും പിണറായി വിജയനും ഒരേപോലെയാണ്, ധാർഷ്ട്യം അഹങ്കാരമെല്ലാം ഒരേപോലെയാണ് ശ്രീകുണ്ട എന്ന് ചോദിക്കുന്നു. ആ ശ്രീകുണ്ട എന്നുള്ള വിളി സുനിൽകുമാർ ഒഴിവാക്കണം. മറ്റുള്ള കാര്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സുനിൽകുമാർ, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ എവിടെ എത്തിയാലും അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത് എന്ന് തീരുമാനിച്ചുറച്ച ഒരു അവതാരകനാണ് ഞാൻ. അപ്പോൾ എന്നെ അറിയുന്ന എല്ലാ പ്രേക്ഷകർക്കും, എന്നെ അറിയുന്ന മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അറിയാം, ആ സാധനം എൻ്റെ വഴിയോരത്ത് കൂടി പോകാൻ പോലും ഞാൻ അനുവദിക്കാറില്ല. കാരണം എപ്പോഴെങ്കിലും നമുക്ക് അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നു തോന്നിയാൽ ഏതെങ്കിലും വലിയൊരു ലൈബ്രറിയിൽ കയറി ആ പുസ്തകങ്ങളുടെ നേരെ നോക്കണം. നമുക്കെന്തറിയാം? നമുക്ക് ഈ അണ്ടകടാകത്തിൽ ഒരു കൃമികീടമായി ജീവിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. നമുക്ക് അതിലും പിന്നെ നമ്മളൊരു സെലിബ്രിറ്റി ആണല്ലോ എന്ന രീതിയിലുള്ളൊരു ചിന്ത നമ്മുടെ തലച്ചോറിലേക്ക് ആരെങ്കിലും എഴുതി വിട്ടാൽ നമ്മൾ ആലോചിക്കേണ്ടത് നെഹ്റുവിനെക്കുറിച്ചും ഐസക് ന്യൂട്ടനെ കുറിച്ചും. അവരെയൊക്കെ എത്ര കോടി മനുഷ്യരാണ് അറിഞ്ഞത്, ലോകത്ത് അവർക്ക് എന്തൊരു സ്വാധീനമായിരുന്നു. അപ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ആണോ? അപ്പോൾ ഈ അണ്ടകടാകത്തിൽ ഒരു ചെറിയ പീരീഡിൽ ജീവിക്കുന്ന നമ്മൾ അഹങ്കരിക്കാനുള്ള ഒരു കാര്യവും നമുക്കില്ല എന്നൊരു തിയറിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. താങ്കൾ മനസ്സിലാക്കുക സുനിൽകുമാർ, താങ്കൾക്ക് മനസ്സിലാകില്ല എന്ന് എനിക്കറിയാം. കാര്യം താങ്കൾ എഴുതുന്ന കമൻറ്റുകൾ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എതിരെ നിൽക്കുന്ന ആളിനെ പരിഹസിക്കാനും അവരോട് നെറികേട് പറയുവാനും താങ്കൾ ഒരുപാട് സമയം കളയുന്നുണ്ട് ജീവിതത്തിൽ. നല്ലത് ചെയ്യൂ മനുഷ്യ.